വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ അയൽവാസിയായ യുവാവ് മർദ്ദിച്ചതായി പരാതി. സംഭവം നടന്ന 3 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കേസെടുത്തില്ല എന്നും മാതാപിതാക്കളുടെ ആക്ഷേപം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന. തിങ്കളാഴ്ച വൈകിട്ടാണ് പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു.പി. സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ സുജിത് സ്കൂൾ വിട്ടതിന് ശേഷം തിരികെ മഞ്ചുമല പഴയകാട്ടിലെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ അയൽവാസിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ സുജിത്തിനെ മർദ്ദിക്കുകയായിരുന്നു എന്നായിരുന്നു പരാതി. ഇയാൾ കുട്ടിയുടെ വയറിന് ഇടിക്കുകയും നിലത്തിട്ട് വലിക്കുകയും ചെയ്തു. ഇതിനുശേഷം കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുകയായിരുന്നുവെന്നും മർദ്ദനമേറ്റ സുജിത്ത് പറഞ്ഞു. நிறைய பையனாருக்கெல்லாம் கல்லை கொண்டு எரிஞ்சு விளாண்டுட்டு இருந்தாங்க. அப்போ வேற ஒரு பையன் எரிஞ்சதுக்கு உடனே நான் தான் எரிஞ்சேன்னு சொல்லி இனி கெட்ட பேச்சு கீழே பேசினேன். ரொம்ப பேசிட்டு ஆட்டோ ஓடிச்சிட்டு ஃபாஸ்ட்டாக வந்துச்சு. ஒரு 2 பையனாரு பின்னாடி வந்துருந்தாங்க. இப்போ ஒரு பையன் சொல்லியிருக்கான் அந்த பையன் தான் எரிஞ்சான்னு சொன்னோடனே வந்து அந்த அதில் பிடிச்சி இப்படி நெஞ்சிட்டு பிடிச்சி இங்கே பிடிச்சி கழுத்தை பிடிச்சி தூக்கி இங்கேனே ஒரு குத்திட்டு அடித்த உடனே இந்த இடமும் ரொம்ப வீங்கி ஒரு மாணிக்கு இருந்துச்சு. நான் அழுதுகிட்டே இங்கிட்டு போனோடனே அந்த அண்ணே படக்குன்னு இப்படி பிடிச்சி இப்படி தள்ளி விட்டுட்டு போயிடுச்சு. இதுக்காண்டி நான் ஆச்சுக்கிட்ட சொன்னோடனே அடிச்சு தான் வந்து சண்டை போயிடுச்சா. போலீஸ் ஸ்டேஷனில் சொல்லிச்சு நான் அண்ணனே என்னை அடிக்கவே இல்லை, நான் தொட தான் செஞ்சேன் அப்படின்னு சொல்லிச்சு. ഇതിനുശേഷം വീട്ടിലേക്ക് ഓടിയെത്തിയ സുജിത്ത് വല്യച്ഛനോടും വല്യമ്മയോടും കാര്യം പറയുകയും ചെയ്തു. ഈ സമയം സുജിത്തിന്റെ കാലിലൂടെ മൂത്രവും രക്തവും ഒഴുകുകയായിരുന്നുവെന്നും ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ പോലീസിൽ അറിയിച്ചപ്പോൾ ഒത്തുതീർപ്പ് ആക്കുവാനാണ് പോലീസ് ശ്രമിച്ചതെന്നും മർദ്ദനമേറ്റ കുട്ടിയുടെ വല്യമ്മ പറഞ്ഞു. ചെറുപ്പം ഞാൻ വീട്ടിനകത്ത് ചായ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സ്കൂൾ പിള്ളേരെ കണ്ട ഉടനെ എന്ന് ചായ ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ചായ ഇട്ട് കൊച്ചി കാല് വഴി മൂത്രം ഒഴിച്ചുകൊണ്ട് ഓടി വന്നു. ഞാൻ ചോദിച്ചു എന്നാണ് ആരുമായിട്ട് വഴക്കുണ്ടാകുന്നതെന്ന് ചോദിച്ചു. പറയാൻ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ഒരുമാതിരി ശ്വാസം മുട്ടി കരഞ്ഞുകൊണ്ട് എന്നെ ചോദിച്ചപ്പോൾ വായി ഇങ്ങനെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോൾ വായി പൊട്ടി ഇങ്ങനെ ബുക്കൊക്കെ താഴെ പോയി. ഞാൻ അങ്ങനെ ഇട്ടിട്ട് എന്നെ ഇങ്ങനെ കുലുക്കി ചോദിച്ചപ്പോൾ ഒരു മാമ എന്നെ താടി വെച്ച മാമ എന്നെ പിടിച്ച് തള്ളി അടിച്ച് വെച്ചപ്പോൾ കാല് നോക്കിയപ്പം കാല് മൂത്രവും ചോരയും കൂടെ കാലയിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ കടയിൽ പോയി. താഴെ വില്ലേജിലായിരുന്നു നമ്മുടെ കട. ഞങ്ങൾ കൊച്ചി ഇങ്ങനെ ചെയ്തു. ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഒച്ച ഉണ്ടാക്കിയിട്ട് ഞാൻ നേരെ സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ ഞാൻ പോയി പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അവനെ വിളിപ്പിച്ചു, നമ്പർ ചോദിച്ചു. അവരെയും വിളിപ്പിച്ച് ചോദിച്ചു എടാ കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെ തല്ലാവോ, 5ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന് എന്തുമാത്രം പ്രായം കാണും, ഇങ്ങനെ ചെയ്യാമോ എന്ന് പോലീസുകാർ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് അവനെ എൻ്റെ നേരെ കുറേ ചാടി. ഞങ്ങൾ അതോടെ പോലീസ് പറഞ്ഞു ചില നല്ല വയറുവേദനയുണ്ട് കൊണ്ടുപോക്കണം പറഞ്ഞ് അങ്ങനെ വന്ന് ഇവിടെ അഡ്മിറ്റായി. മർദ്ദനമേറ്റ കുട്ടിക്ക് 2 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛൻ ഉപേക്ഷിച്ചു പോവുകയും അമ്മ വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും കൂടെ നിന്നാണ് സുജിത്ത് പഠനം നടത്തുന്നത്. സംഭവത്തിനു ശേഷം കുട്ടിക്ക് കൂടുതലായ വയറുവേദന ഉണ്ടാവുകയും സ്കാനിംഗ് അടക്കമുള്ള വിദഗ്ധ ചികിത്സ വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ഇതേസമയം സംഭവം നടന്ന 3 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നടപടി ഉണ്ടായില്ല എന്നും ചൈൽഡ് ലൈനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വല്യമ്മ മാത, വല്യച്ഛൻ അരുൾ എന്നിവർ അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹൈ റേഞ്ചിലെ ഏറ്റവും വലിയ ഫുട്വെയർ വിസ്മയം ഇനി കട്ടപ്പനയ്ക്ക് സ്വന്തം. ഫാഷൻ ഹീൽസ്, അതിവിശാലമായ ഷോറൂം, ബ്രാൻഡഡ് കമ്പനികളുടെ അതിവിപുലമായ കളക്ഷൻസ്. ഫാഷൻ ഹീൽസ്, പുളിയൻമല റോഡ്, കട്ടപ്പന.